കല്ലിശ്ശേരി മഴക്കീർ ശ്രീരംഗം വീട്ടിൽ ശില്പി എസ് സജിത് കുമാർ കെ സോമനാഥിൻ്റെയും ആർ രംഗമ്മയുടെയും മകനായി പിറന്നു. ബാല്യകാലം മുതലേ ചിത്രകലകളെയും ശില്പകലകളെയും ഒരേപോലെ സ്നേഹിച്ചിരുന്ന ഇദ്ദേഹം ഭാവി ജീവിതത്തിൽ അതൊരു ഉപജീവന മാർഗമാക്കി മാറ്റി. സ്കൂൾ കോളേജ് ഘട്ടങ്ങളിൽ പ്രമുഖ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും അവർ ചെയ്ത ചിത്രങ്ങളും ശില്പങ്ങളും നേരിൽ കണ്ട് അവയൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കി സ്വന്തം കരവിരുതുകളാൽ പുതിയ പുതിയ ചിത്രങ്ങളും ശില്പങ്ങളും തൻ്റെതായ കഴിവിലൂടെ പൂർണ്ണതയിൽ എത്തിക്കുകയാണ് ഇദ്ദേഹം. കലയെന്നാൽ ഒരു ഈശ്വരാനുഗ്രഹമാണ്. അവയ്ക്ക് മാറ്റുകൂട്ടുന്നതാണ് ഒരു കലാകാരൻ. അത്തരം ഒരു കലാകാരനാണ് ശില്പി എസ് സജിത് കുമാർ. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണമല്ല ഈ കലാകാരൻ്റേത്. താൻ പുറമേ കാണുന്ന ചിത്രങ്ങളും ശില്പങ്ങളും അതേപടി തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് കരവിരുതുകളിലൂടെ ചിത്രങ്ങളായും ശില്പങ്ങളായും ക്യാൻവാസിലും തടിയിലും സിമെന്റിലും മറ്റും തീർക്കുകയാണ് ശില്പി. വ്രതശുദ്ധിയോടുകൂടിയാണ് ശില്പനിർമ്മാണത്തിൽ ഇദ്ദേഹം ഏർപ്പെടുന്നത്. അതിമനോഹരമായി ക്യാൻവാസിൽ രചിച്ച ചിത്രങ്ങളും തടികളിൽ കുത്തിയെടുത്ത ശില്പങ്ങളും അനേകമുണ്ട്. ഇവയ്ക്കും പുറമെയാണ് സിമെന്റിൽ തീർക്കുന്ന ശില്പങ്ങളും വിഗ്രഹങ്ങളും. കോളേജ് പഠനകാലത്തിന് ശേഷമാണ്. അതിന് മുമ്പൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 5-6 വയസ്സുള്ളപ്പോഴൊക്കെ കളിമണ്ണയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഗണപതിയും ശിവനെ അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് കുറച്ച് ഇതിലേക്ക് തന്നെ മാറിയത്. എൻ്റെ അപ്പൂപ്പന് സർവീസിലായിരുന്നു. അപ്പൂപ്പന് നേരത്തെ തൊട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പന്തളത്ത് ആർട്ടിസ്റ്റ് വല്യത്താൻ സാറിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമായിരുന്നു. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശില്പങ്ങൾ കാണാൻ തന്നെയായിരുന്നു ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പലരുടെയും വർക്കുകൾ കണ്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ്. ശരിക്കും ഭക്തിയിൽ നിന്നാണ് ശരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ഉൾക്കാഴ്ചയാണ് ശരിക്കും ഇത്. ഓരോരുത്തര ശില്പങ്ങളും ചിത്രങ്ങളും കണ്ടാൽ നമുക്കതിൻ്റെ അവരുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അതിൽ നിന്ന് അവരുടെ കുറച്ച് ശൈലികൾ നമുക്ക് സ്വായത്തമാക്കാമെങ്കിലും ഈശ്വരാനുഗ്രഹമാണ് ശരിക്കും ഇതിൻ്റെ. നമ്മുടെ ഉള്ളിൽ പുറത്തുള്ളതിനെ നമുക്ക് ഉള്ളിൽ കാണാൻ കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ തടിയെ ചെയ്യാറുണ്ട്. പിന്നെ സിമെൻറ്റിൽ, മണ്ണിൽ, അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിലൊക്കെയാണ് ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ ദേവീദേവന്മാരുടെ ശില്പങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. തടിയിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. വീടുകൾക്ക്, ക്ഷേത്രങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ശില്പങ്ങളൊക്കെ തനിയായി ചെയ്യുന്നത്. കുമ്പിൾ തടിയിലാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ പ്ലാവിലും കുമ്പിളും പ്ലാവുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചിത്രം വരെയും ഉണ്ട്. ഇടക്കാലത്തൊന്ന് നിർത്തി വെച്ചിരുന്നു. പിന്നെയും ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ബസവേശ്വരൻ്റെ ഒരു ശില്പം ചെയ്തായിരുന്നു. പൂർണ്ണകായ പ്രതിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാനൊരു മന്നത്ത് പത്മനാഭൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശില്പങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ശില്പങ്ങളും ചിത്രങ്ങളും ചെയ്യാനാണ് താല്പര്യം. കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനി പോകണമെന്നാണ് എൻ്റെ താല്പര്യം. സിമെന്റിലും ഒറ്റക്കല്ലിലും തീർക്കുന്ന പൂന്തോട്ട പൊക്കവിളക്കുകൾ, തടിയിൽ കുത്തിയെടുത്ത കൊത്തുപണികൾ, ഇവയൊക്കെ വളരെ മനോഹരമായാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ബാല്യകാലത്തിൽ വരച്ച സരസ്വതി ദേവി, പിന്നെ അനേകം ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട്. കൊത്തുപണികളുടെ ഒരു അത്ഭുത ശില്പി തന്നെയാണ് ഇദ്ദേഹം. ഗുരുവസവേശ്വരൻ്റെ പൂർണ്ണകായ പ്രതിമയാണ് ഇപ്പോൾ അനാച്ഛാദനത്തിനായി നിർമ്മിച്ചു തീർത്തത്. ശ്രീ മന്നത്തു പത്മനാഭൻ്റെ അർദ്ധകായ പ്രതിമയുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ ഈ അനശ്വരനായ രാജശില്പി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശില്പി എസ് സജിത് കുമാർ. പ്രഭാതത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വരനെ ധ്യാനിച്ചു തുടങ്ങുന്ന നിർമ്മാണം ശില്പി തുടർന്നുകൊണ്ടേയിരിക്കും. സിറ്റി ന്യൂസ് ബ്യൂറോ, തിരുവല്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.